ഒരു മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. 1 കിലോ മട്ടനാണ് അതിന് വേണ്ടിയിട്ട് എടുത്തത്. അതിൽ കൊച്ചുള്ളിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ക്ലീനാക്കി വെച്ചിരുന്ന എല്ലാം കൂടെ, കൊച്ചുള്ളി ഒന്നിച്ച്, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ മുളക് പൊടി അതിലേക്കിട്ട്, മഞ്ഞൾപ്പൊടി, അതിനുശേഷം മുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, ശേഷം മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഉപ്പാണ് ഇട്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം അത് കഴിഞ്ഞ് കറിമസാലയാണ് ഉപ്പ് ചേർത്ത് കറിമസാല ചേർത്തിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി കുറച്ച് കുരുമുളക് പൊടി നല്ലതുപോലെ കൈകൊണ്ട് നന്നായി ചെയ്ത് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി ചേർത്ത് വൃത്തിയായിട്ട് ഇളക്കിയെടുത്ത് ഞെവിടി മസാലയും ഇതെല്ലാം അതിനകത്ത് ഞെവിടി ചേർത്ത് അത് വേവിച്ച് മാറ്റിവെച്ച്, കുക്കറിലങ്ങ് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു കൊച്ചൊരു ഉരുളി എടുത്ത് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് അതിലേക്ക് കടുവിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത്, അത് തേങ്ങാക്കൊത്ത് ഇട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളക് അരിഞ്ഞ് വെച്ചിരുന്നതും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത്, അതൊന്ന് പരുവായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരുന്ന ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അത് നല്ലപോലെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം മല്ലിയില, ഇതെല്ലാം കൂടെ അരച്ചെടുത്ത ഇത് മിക്സായി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം വീണ്ടും അതിൽ ഓരോ മസാലകൾ, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ശകലം ഇട്ടു, അതിനുശേഷം കുറച്ച് കറി മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മസാലകൾ എല്ലാം അതിലേക്ക് ഇട്ട് ശകലം ഉലുവാപ്പൊടി കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് അത് നല്ലപോലെ മസാലയൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കും. എല്ലാ പൊടികളും ഇട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് അത് മസാലയും കാര്യങ്ങളും എല്ലാം ആ മട്ടണിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി കുറേ നേരം കൂടെ വെച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ വെച്ച് വേവിച്ച് എടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് ശകലം മല്ലിയിലയും കൂടെ തൂക്കി വേവിച്ചെടുത്തു.